ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഞാൻ വയ്ക്കുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. സംഭവം അടിപൊളി ടേസ്റ്റ് ആട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ആട്ടോ ഞാനിപ്പോൾ എടുത്തത്. 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആട്ടോ എടുത്തത്. ഞാനിപ്പോൾ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഒന്ന് പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് പാലോ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഈ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ആയാലും കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ബന്ന് നല്ല സോഫ്റ്റായിട്ടും നല്ല ടെക്സ്ചറിൽ നമുക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കുക കേട്ടോ, അത് നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ടൊന്ന് നല്ലോണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഈ മുട്ടയും മൈദയും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. അതിന് ശേഷം കേട്ടോ നമ്മൾ ഇളം ചൂടുള്ള പാലാട്ടോ ഞാനിപ്പോൾ എടുത്തത്. വേണമെങ്കിൽ വെള്ളം എടുക്കുക ചൂടുള്ളത്, പക്ഷേങ്കിൽ പാല് വെച്ച് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പാണ് എടുത്തത്. അത് നമുക്ക് എന്താ പറയുക, കുറച്ച് ചോദിച്ചു കൊടുത്തിട്ട് വേണ്ടുന്നത്ര എടുക്കാം കേട്ടോ. ഓരോ മാവിനനുസരിച്ചായിരിക്കും, നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ചായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് മാവാണ് എടുത്തത്. അതിലേക്ക് എനിക്കിപ്പോൾ 1/4 കപ്പ് പാലാട്ടോ ആവശ്യമായിട്ട് വന്നത്. പാലിൻ്റെ ചൂട് ശ്രദ്ധിക്കണം, നമ്മൾ കൂടിപ്പോവാനോ കുറയാനും പാടില്ല. ഒരു ഇളം ചൂട് മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിലും കൂടി ഒന്ന് തടവി കൊടുത്തിട്ട് ഒന്ന് ക്ലിംഗ് റാപ്പ് വെച്ചോ അല്ലെങ്കിൽ ഒരു മൂടി വെച്ചോട്ട് അടച്ചിട്ട് ഒരു 4 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയം കൊണ്ട് ഇതൊന്ന് പൊങ്ങി വരും കേട്ടോ. ചൂടുള്ള സ്ഥലമൊക്കെയാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. തണുപ്പുള്ള ഏരിയ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഉപ്പ്, മുളക്, മഞ്ഞൾ ഇട്ട് ഒന്ന് മസാല തേച്ച് വെച്ച ചിക്കനാണ്. ബോൺലെസ് ഒരു 250 ഗ്രാമോളം ഉണ്ടാവും. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യുക. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എടുത്ത് മാറ്റിയിട്ട് അത് ഈ പാത്രത്തിൽ തന്നെ കേട്ടോ ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താട്ടോ ഇട്ടെടുത്തത്. ഇനിയിപ്പോൾ ഒരു 2 മീഡിയം സൈസ് ഉള്ളിയും 2 പച്ചമുളകും ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടാട്ടോ. ഞാനിപ്പോൾ 2 ഇട്ടത്. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം കൂടിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി എരിവ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ല അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് എരിവുള്ള മുളക് ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടോ. ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി. ലാസ്റ്റായിട്ട് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ ബന്നിലേക്ക് വെക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 4 മണിക്കൂറാട്ടോ ഞാൻ വെച്ചത്. ആ സമയം കൊണ്ട് തന്നെ എൻ്റെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു മിനിറ്റ് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. വല്ലാണ്ടങ്ങ് പ്രസ് ചെയ്ത് കുഴക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി, 1 മിനിറ്റ്. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ബോൾസാക്കി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. ഈ ഒരളവിലാട്ടോ ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ചിട്ട് അടച്ചാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആ സമയം കൊണ്ട് നമുക്കൊരു മുട്ടയും വേണം, ബ്രെഡ് ക്രംസും വേണം. മുട്ടയിൽ ഉപ്പൊന്നും വേണ്ട കേട്ടോ. അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം.
വല്ലാണ്ട് അങ്ങ് ഡബിൾ കോട്ടിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രെഡിലൊന്ന് കോട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരളവിൽ എനിക്കൊരിപ്പോൾ 10 ബന്നാട്ടോ കിട്ടിയത്, 2 കപ്പിന്. ഇനിയിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാട്ടോ ഞാൻ ഫ്ലെയിം വെച്ചത്, കൂട്ടിയിട്ട് വെക്കരുത്, അന്നപ്പോൾ ഇത് ഉള്ളു കുക്കാവൂല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ബന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഞാൻ ഇതിൻ്റെ സെൻറ്ററായി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തത്. നിങ്ങളെ കയ്യിൽ നിങ്ങൾക്ക് മയോണീസ് ഇഷ്ടമെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മളിഷ്ടം പോലെ ചെയ്യുക. ഞാനിപ്പോൾ കെച്ചപ്പ് 2 സൈഡിലാക്കി കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഫില്ലിങ്ങും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റിലത്തെ ഒരു ബന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയും കൂടി അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ കണ്ണൂരിലെ തട്ടുകടയിൽ സ്പെഷ്യൽ ഐറ്റമായ ചിക്കൻ കമീറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.